വാട്സാപ്പ് യൂട്യൂബ് ട്രാവൽ മഗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ആറോൺ ആക്കി. ഇന്ന് ഞാനുള്ളത് മൂന്നാറാണ്. മൂന്നാർ എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണ്. മൂന്നാറിൻ്റെ ഭംഗി എല്ലാവരും ഓർത്തിരിക്കുന്ന ഒന്നാണ്. പക്ഷേ എല്ലാവർക്കും മൂന്നാർ കഴിഞ്ഞിട്ട് ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ അതിൻ്റെ അപ്പുറമുണ്ടെന്ന് വളരെ ആർക്കും തന്നെ അറിയില്ല. എല്ലാവരും മൂന്നാർ എത്തി അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് അവിടെയുള്ള സ്ഥലങ്ങൾ കണ്ട് മടങ്ങാറാണ് പതിവ്. പക്ഷെ ഞാനങ്ങനെ ചെയ്തില്ല. എൻ്റെ യാത്ര വീണ്ടും തുടർന്നു. എൻ്റെ ഡെസ്റ്റിനേഷൻ മറ്റൊന്നാണ്. ആകാശം മുട്ടി നിൽക്കുന്ന പടുകൂറ്റൻ മലകളും പച്ചവിരിച്ച് കിടക്കുന്ന മുന്തിരിത്തോപ്പുകളും നിറഞ്ഞ ഒരു കൊച്ചൊരു ഗ്രാമത്തിലേക്കാണ് എൻ്റെ യാത്ര. തേനി. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലമാണ് തേനി. മൂന്നാറിൻ്റെ അപ്പുറം തമിഴ്നാടാണ്. നോക്കത്താ ദൂരത്ത് കിടക്കുന്ന മുന്തിരിപ്പാടങ്ങളും അതിനുള്ളിലെ കാഴ്ചകളും നമ്മുടെ മനസ്സിനെ വല്ലാണ്ടൊക്കെ കുളിരണിച്ച് കളയും. നമ്മൾ എപ്പോഴെങ്കിലും ഈ സ്ഥലത്തൊക്കെ പോകാൻ ശ്രമിക്കണം. നമ്മുടെ ദുൽഖർ സൽമാൻ പറയുന്നത് പോലെ ഇതൊക്കെ മൂപ്പര് നമ്മൾ കാണാൻ വേണ്ടിയല്ലേ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ചുമ്മാതെ പറയുകയല്ല, അത്രയ്ക്ക് മനോഹരമാണ് തേനി. ഇവിടുത്തെ ഗവൺമെൻറ്റിനെ പ്രശംസിക്കാതെ തന്നെ വയ്യ. നമ്മുടെ റോഡുകൾ പലതും കയ്യിൽ നിന്ന് തന്നെ ടാക്സ് വാങ്ങി നമ്മളെ കൊല്ലാനുള്ള ഉപാധിയായാണ് സർക്കാർ റോഡുകൾ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ റോഡുകൾ വളരെ തിരക്ക് കുറഞ്ഞതും വൃത്തിയുള്ളതുമാണ്. ഇവിടെ ഏറ്റവും ഭംഗി ഇവിടുത്തെ മുന്തിരിത്തോപ്പുകളാണ്. കറുപ്പും പച്ചയുമായി അങ്ങനെ രണ്ട് നിറത്തിലുള്ള മുന്തിരികളാണ് ഇവിടെ തഴച്ചു വളരുന്നത്. അത് ആകാശത്തിന്റെ മട്ടുപ്പാവിൽ അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നു. റോഡിന്റെ സൈഡിൽ തന്നെ നിരവധി മുന്തിരിത്തോട്ടങ്ങൾ നമുക്ക് കാണാം. അതിൻ്റെ അകത്ത് പ്രവേശിക്കുകയും ചെയ്യാം. അതിനുള്ളിൽ കയറിയാൽ തലമുട്ടി നിൽക്കുന്ന കുറേ, അതിനിടയിൽ അങ്ങനെ തലമുട്ടി നിൽക്കുന്ന മുന്തിരിക്കുലകൾ, അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിന് തൊട്ടു മുമ്പിലുള്ള ഷോപ്പുകളിൽ പലതിലും മുന്തിരി വൈനുകൾ ലഭ്യമാണ്. പഴക്കമനുസരിച്ച് വൈനുകളുടെ വിലയും കൂടും. അതല്ലേലും അങ്ങനെയല്ലേ. റോഡുകളെല്ലാം തന്നെ കേരളത്തിന് പോലെയല്ല. വളരെ വിശാലമായ റോഡുകൾ. 10-30 കിലോമീറ്റർ ദൂരം പോകുമ്പോൾ ചെറിയ പട്ടണങ്ങൾ. കാർഷിക വൃത്തിയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. കേരളത്തിൽ നിന്ന് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമായിട്ടും വളരെ വ്യത്യസ്തമായ നിരവധി ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. ഞാൻ വന്ന വഴി കൊച്ചിയിൽ നിന്ന് അടിമാലി, അടിമാലിയിൽ നിന്ന് മൂന്നാർ, മൂന്നാറിൽ നിന്ന് കമ്പം, അതുവഴി തേനി. ഈ വഴിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.